യുദ്ധം ദുരന്തം വിതച്ച് മരണം കൊയ്യുന്ന, കണ്ണീര് കൊയ്യുന്ന, നാശം കൊയ്യുന്ന ഈ മത്സരകാലത്തിൻ്റെ കലാവിനോദം, കായിക അഭ്യാസം, സങ്കുചിതമായ ചിന്തകൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, മറ്റ് എൻ്റെ മാത്രം ചിന്തകൾ, അതിൻ്റെ അടിച്ചേൽപ്പിക്കലുകൾ, ഒരു സമൂഹത്തെ അപ്പാടെ തുടച്ചു നീക്കപ്പെടുന്ന, വെറുക്കപ്പെടേണ്ട കലാമേള, കായികമേള. ഇതിലിരയാക്കപ്പെടുന്ന കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, ഇതിലൊന്നുമില്ലാത്ത സാധാരണക്കാരനായ മനുഷ്യർക്ക് താൻ എന്തിനാണ് മരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഈ ദുരന്തം പേറുന്നത് എന്നും മനസ്സിലാക്കാത്ത മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ. മനുഷ്യൻ്റെ ആയുസ് പരിശോധിച്ചാൽ ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ കോടാനുകോടി വർഷം പഴക്കമുള്ള യൂണിവേഴ്സിൻ്റെ ഇതുമായി തുലനം ചെയ്താൽ കേവലമായ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസത്തിനിടയിൽ എത്രയെത്ര നാശങ്ങൾ വരുത്താനാകുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്ന മനുഷ്യൻ ഇനി വരുന്ന തലമുറയോട് കേവലമായ രാഷ്ട്രീയത്തിൻ്റെ, കേവലമായ സങ്കുചിത ചിന്തയുടെ ഫലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഓരോരുത്തരും തെറ്റുകാരാണ് എന്ന് പറയാതെ കേരളത്തിലുള്ള ആളുകൾ പോലും പക്ഷം പിടിച്ചുകൊണ്ട് ഈ യുദ്ധത്തെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ? കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള വെറുപ്പ് പരത്തുന്ന, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, യുദ്ധം നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്, യുദ്ധം ഞങ്ങളുടെ അവകാശമാണ് എന്ന് തുടങ്ങിയ കമൻറ്റുകൾ, മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഇത്തരം ചിന്ത പ്രബുദ്ധരായ മലയാളികൾക്ക് നല്ലതല്ല. നാം പുനർചിന്തനം നടത്തേണ്ട ഒരു വലിയ വിഷയമാണ് യുദ്ധവിഷയങ്ങളിൽ നാം നടത്തുന്ന പ്രതികരണങ്ങൾ. നമുക്ക് തിരിച്ചറിവുണ്ടാവട്ടെ എന്ന കേവലമായ പ്രാർത്ഥന കൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും നമുക്ക് തിരിച്ചറിവുണ്ടാവട്ടെ എന്ന് ദൈവമുണ്ടെങ്കിൽ ദൈവത്തോട്, ഇല്ലെങ്കിൽ ഈ പ്രകൃതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മനുഷ്യൻ്റെ ആയുസ് പരിശോധിച്ചാൽ ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ കോടാനുകോടി വർഷം പഴക്കമുള്ള യൂണിവേഴ്സിൻ്റെ ഇതുമായി തുലനം ചെയ്താൽ കേവലമായ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസത്തിനിടയിൽ എത്രയെത്ര നാശങ്ങൾ വരുത്താനാകുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്ന മനുഷ്യൻ ഇനി വരുന്ന തലമുറയോട് കേവലമായ രാഷ്ട്രീയത്തിൻ്റെ, കേവലമായ സങ്കുചിത ചിന്തയുടെ ഫലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഓരോരുത്തരും തെറ്റുകാരാണ് എന്ന് പറയാതെ കേരളത്തിലുള്ള ആളുകൾ പോലും പക്ഷം പിടിച്ചുകൊണ്ട് ഈ യുദ്ധത്തെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ? കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള വെറുപ്പ് പരത്തുന്ന, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, യുദ്ധം നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്, യുദ്ധം ഞങ്ങളുടെ അവകാശമാണ് എന്ന് തുടങ്ങിയ കമൻറ്റുകൾ, മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഇത്തരം ചിന്ത പ്രബുദ്ധരായ മലയാളികൾക്ക് നല്ലതല്ല. നാം പുനർചിന്തനം നടത്തേണ്ട ഒരു വലിയ വിഷയമാണ് യുദ്ധവിഷയങ്ങളിൽ നാം നടത്തുന്ന പ്രതികരണങ്ങൾ. നമുക്ക് തിരിച്ചറിവുണ്ടാവട്ടെ എന്ന കേവലമായ പ്രാർത്ഥന കൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും നമുക്ക് തിരിച്ചറിവുണ്ടാവട്ടെ എന്ന് ദൈവമുണ്ടെങ്കിൽ ദൈവത്തോട്, ഇല്ലെങ്കിൽ ഈ പ്രകൃതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.